പഞ്ചായത്തിൽ നോയമ്പെന്ന് തീരും, കടന്നിട്ട് ഉറക്കം വരുന്നില്ല. എൻ്റെ പൊന്ന് ചിത്തു, നോയമ്പ് തീരാനായിട്ട് ഇനി ഒരു മാസം കൂടെ ഉണ്ടടാ, ഒരു മാസം കൂടെ ഉണ്ട്. നീ ഇങ്ങനെ കിടന്ന് ഉറങ്ങാനൊക്കെ നോക്കുക. അതങ്ങനെയാണ്. നമുക്ക് ചില ആളുകളുടെ എന്താ പറയുക പ്രസൻസ്, ചില ആളുകളുടെ വൈബ്, ചില ആളുകളുടെ ഒരു വോയിസ്, അതൊക്കെ നമ്മളൊരിക്കലും അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അതിനകത്തുനിന്നൊരു തിരിച്ചു പോക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോൾ എന്ന് പറഞ്ഞാലാണ് എനിക്കും സോഷ്യൽ മീഡിയ ഭയങ്കര അഡിക്റ്റഡ് ഒക്കെ ആയിരുന്നല്ലോ. ഇന്ന് സ്ഥിരമായിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത്. ഇപ്പം നോയമ്പും കാര്യങ്ങളൊക്കെയായിട്ട് പ്രായശ്ചിത്ത പ്രവൃത്തിയിലാണ്. ഈ 1.5 വർഷമായിട്ട് കുംസാരിച്ച കാര്യങ്ങളിലൊക്കെ നമ്മൾ കുംസാരിച്ച് കഴിഞ്ഞു. പക്ഷേ അതിൻ്റെ എന്താ പറയുക പാപരിഹാര വേദിയിലൂടെയാണ് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ പൂർവികരായ ആത്മാക്കളുണ്ടല്ലോ, അപ്പം അവരുടെയൊക്കെ ഒരുപാട് എന്താ പറയുക നന്മകളുടെ ഫലം നമ്മളൊക്കെ ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു നോമ്പിൻ്റെ സമയത്ത് അവർക്ക് വേണ്ടി നമ്മൾ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുക. അവർ ശുദ്ധീകരണ സ്ഥലത്തൊക്കെ ആണെങ്കിൽ അവരോട് സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കാനായിട്ട് നമ്മൾ കർത്താവിൻ്റെ അടുത്ത് അപേക്ഷിക്കാനല്ലോ നമുക്ക് പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെയൊക്കെയുള്ള ഓരോരോ പ്രായശ്ചിത്ത പ്രവർത്തികളും കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് ഞാൻ നടക്കുകയാണ് ഇപ്പം. പിന്നെ ഒരു മാസത്തോടെ വെയിറ്റ് ചെയ്യണം എൻ്റെ നോമ്പൊക്കെ തീരണം. അപ്പോൾ അത് ഞാൻ എല്ലാം അടുക്കി വെച്ചിട്ടുണ്ട്, പല ആൾക്കാരുടെയും കമൻസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനി പൊളിക്കും. അപ്പം എൻ്റെ കൊച്ച് വിഷമിക്കാതൊക്കെ ഇരിക്കും. ഞാനാണെങ്കിൽ കിടക്കുന്നത് എന്താ പറയുക, കിടന്നു കഴിഞ്ഞാൽ ഉറങ്ങണം അറിയുന്നില്ല. കാരണം ഇപ്പോൾ പണ്ടത്തെ പോലെ ഒന്നും ഇല്ല. പണ്ട് പോത്തും പന്നിയും കോഴിയും കണ്ടല്ലാതെ വെട്ടി കന്നുകൊണ്ടിരുന്നപ്പോൾ നമുക്കൊന്ന് ഉറങ്ങാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു. നല്ലൊരു എനർജിയൊക്കെ ഇല്ലായിരുന്നു മിണ്ടുമ്പോൾ തന്നെ. ഇപ്പം എന്നൊക്കെ പറഞ്ഞാൽ എന്നാടാ, വെജിറ്റേറിയനാണ്, കംപ്ലീറ്റ്ലി വെജിറ്റേറിയൻ. ഈ മുരിങ്ങക്കോല് കടിച്ച് പറിച്ച് എത്രത്തോളം ഇരിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് പണ്ടത്തെ പോലെ ആ ഒരു ജൂളി എനർജിയും കൂടെ ഇല്ലടാ. അങ്ങ് പാക്കപ്പായിട്ടൊക്കെ വരുന്നുള്ളൂ. എൻ്റെ പൊന്ന് ജിത്തു കൊച്ചേ, ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. എൻ്റെ പൊന്നച്ചായത്തി നിങ്ങളില്ലാത്തതുകൊണ്ട് ഇൻസ്റ്റയിൽ കയറാൻ തന്നെ തോന്നുന്നില്ല. ഭയങ്കര ഇത് കേൾക്കാൻ ഭയങ്കര രസമാണ് ഇതൊക്കെ. അപ്പോൾ സന്തോഷമായിട്ടൊക്കെ ഇരിക്കും. പിന്നെ നീ എൻ്റെ അച്ചായത്തി എന്നൊക്കെ പറഞ്ഞു വരുമ്പം നമ്മളെങ്ങനെയാണ് ഒരു റിപ്ലൈ തരാണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടെയൊക്കെ ഉണ്ട്. പാവപരിഹാര മാർഗത്തിലൂടെ അതിനുള്ള പ്രാചീന പ്രവർത്തനത്തിലൂടെ നടക്കുകയാണ് എൻ്റെ പൊന്നു വെച്ച്. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ എൻ്റെ കുറച്ച് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുക. അപ്പോൾ എല്ലാവരും ഹാപ്പിയായിട്ട് ജോളായിട്ടൊക്കെ ഇരിക്കുക. അപ്പോൾ വീണ്ടും കാണാം എല്ലാവർക്കും അടുത്തടുത്ത കൊച്ചു വീഡിയോസും കാര്യങ്ങളായിട്ട്. അപ്പോൾ ടേക്ക്